വയനാട് ദുരന്തം ഒരു മാസ് ഡിസാസ്റ്ററിൽ നമ്മൾ ഓട്ടോപ്സി ചെയ്യേണ്ട മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ മരണകാരണം കണ്ടെത്തുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ആരുടെ ബോഡിയാണ് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ മോളുടെ മുടിന്റെ കളർ ഇതായിരുന്നു. അപ്പം ആ മുടിന്റെ കളറുള്ള ഒരു കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ ബോഡിയൊക്കെ ഡികമ്പോസ് ആയി നമുക്ക് ആ ഐഡന്റിഫൈ മുടി വെച്ചായിട്ട് അങ്ങനെ ഒത്തിരി മീനിങ്സ്. അതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഒരാൾ മരിച്ച അപ്പൊ തന്നെ നമ്മൾ ബോഡി ഇത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ ഇത് പറ്റില്ല. മരിച്ചു കഴിഞ്ഞ് അതിന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ഓട്ടോപ്സി ടേബിൾ എത്തുമ്പോഴേക്കും 12 മണിക്കൂർ ഓൾമോസ്റ്റ് ആയി കാണും. നമ്മള് ബോഡി കിട്ടി നമ്മുടെ ബോഡി ഒരു പൊസിഷനിൽ ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ബോഡി അവിടുന്ന് മൂവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒത്തിരി ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ബോഡി മൂവ് ചെയ്തതിന്റെ കഴിഞ്ഞ ശേഷം അവിടുന്ന് ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ഓട്ടോപ്സി ടേബിളിൽ പല ആംഗിളിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് എടുക്കും, ഡ്രസ്സ് മാറ്റിയതിന് ശേഷം എടുക്കും. ഭാവി ലോകത്തിന് ഒരുപാട് പ്രയോജനകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മേഖലയാണ് ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം. മനസ്സ് മടുത്തേക്കാവുന്ന ഈ അനുഭവങ്ങൾ താണ്ടിപ്പോകുന്ന ഡോക്ടർ റൌഫിന്റെ അനുഭവങ്ങൾ തുടരുകയാണ്. അവയവദാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം. അതിനെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മസ്തിഷ്ക മരണം? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 അവയവങ്ങളാണ് മെയിൻ. അതില് ലങ്, ഹാർട്ട്, ബ്രെയിൻ. അപ്പം എപ്പോഴാണോ നമ്മൾ മസ്തിഷ്കം നിശ്ചലമാകുന്നത് ആ സമയത്താണ് നമ്മൾ സിഗ്നൽസ് പോകാതിരിക്കുന്നത്. മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അയാളെ അവയവങ്ങൾ നമുക്ക് മാറ്റാം, പ്രവർത്തിക്കില്ല. അതിന് നമുക്ക് മസ്തിഷ്ക മരണമാണ് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണം. ഈ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഇടവേളകൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവേളകളിൽ കൺഫേം ചെയ്ത് ഇയാൾ മരിച്ചു ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇയാളെ ബോഡിയിൽ നിന്ന് നമുക്ക് അവയവം എടുക്കാൻ പറ്റൂ. ഒരിക്കലും ഈ ബ്രെയിൻ ഒരു സിഗ്നലും കൊടുക്കില്ല എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഏറ്റവും ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട് സാധാരണക്കാരുടെ മനസ്സിലാക്കാൻ അധികം മെഡിക്കൽ ടേംസ് ഉപയോഗിക്കാതെ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇനി ഈ ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നലും പോവില്ല. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവം പ്രവർത്തിക്കണമെങ്കിലും ബ്രെയിനിൽ സിഗ്നൽ പോകണം. ഇനി ഒരിക്കലും ഈ ബ്രെയിൻ കൊടുക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ മസ്തിഷ്ക മരണം ഉറപ്പാക്കുന്നതും ആ സാഹചര്യത്തിലാണ് ബാക്കിയുള്ള അവയവങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഈ ബ്രെയിൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് നമുക്ക് ഓക്സിജനും ഫ്ലൂയിഡൊക്കെ കൊടുത്ത് നിർത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ടൈം പീരീഡ് വിൻഡോ പീരീഡ് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ബ്രെയിൻ വൺസ് മരിച്ച് കൺഫേം ആയി ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ആവശ്യമില്ല. നമ്മൾ ബോഡി അതിന്റെ ലീഗലി ഏതൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ അവയവങ്ങളാണ് ഈ കൂടുതൽ നേരം നിൽക്കുക? നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ ശാരീരഘടനയും അയാളുടെ ഹെൽത്തും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊതുവെ ചെയ്യാം. അപ്പം കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ അവയവം ദാനം അതിൽ ട്രാൻസ്ഫോർമേഷൻ കൂടെ നടക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് കിഡ്നിയാണ്. കിഡ്നി അതിൽ കൂടുതലായിട്ട് അവയവദാനം. പിന്നെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ചാണ്. നമ്മുടെ നാട്ടില് ഹാർട്ടും അങ്ങനെയൊന്നും ഇല്ല. ലിവറും കിഡ്നിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നത് കിഡ്നിയാണ്. ഏറ്റവും കൂടുതൽ നിൽക്കാവുന്നത് സ്കിൻ. അത് ഓരോരുത്തരുടെ ശാരീരിക ഘടന. ഇപ്പോൾ കൂടുതൽ ഡയബറ്റീസോ പ്രഷറോ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം അതിനുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഓൾറെഡി ഡെവലപ്പ് ആയി കാണും. പിന്നെ മരണ സാഹചര്യങ്ങൾ ചില സിറ്റുവേഷനിൽ ചില പോയിസൺ വെച്ചാണോ മരിച്ചത്, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും പോയിസൺ ആണെങ്കിൽ ഇതെടുക്കാൻ കഴിയില്ല. ഒരു മെഡിക്കൽ ലീഗൽ കേസിലും നമ്മൾ പൊതുവെ അപ്പം RTI റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആവുന്ന സിറ്റുവേഷനിൽ മാത്രമേ പൊതുവെ ചില സിറ്റുവേഷനിൽ മാത്രമേ അവയവദാനം പോസിബിൾ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പൊ ഒരു മർഡർ കേസിലോ അല്ലെങ്കിൽ ഇപ്പൊ പോയിസൺ കേസ്, സസ്പെക്ടഡ് പോയിസൺ കേസ്, സൂയിസൈഡ് കേസിലോ ഒന്നും അവയവദാനം പോസിബിൾ അല്ല. പക്ഷെ അത് മെഡിക്കൽ ലീഗൽ കേസ് ആയതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റ് കഴിഞ്ഞ് ഒരാൾ മരിച്ച അപ്പൊ തന്നെ നമ്മൾ ബോഡി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ ഇത് പറ്റില്ല. മരിച്ചു കഴിഞ്ഞ് അതിന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ഓട്ടോപ്സി ടേബിൾ എത്തുമ്പോഴേക്കും 12 മണിക്കൂർ ഓൾമോസ്റ്റ് ആയി കാണും. അപ്പം വിത്തിൻ അവേഴ്സ് മാത്രമേ ഇത് പോസിബിൾ ഉള്ളൂ. ആ ഫൈൻഡിങ്സ് കഴിയാതെ മാറ്റാൻ പറ്റില്ല. ഒരുപക്ഷെ അതിനകത്ത് റൂട്ട് കോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരാള് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കുറെ കാലം സർജറി ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സർജറിന്റെ ഇടയിൽ
എന്തെങ്കിലും പറ്റി മരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്, പോലീസ് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ്, അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഡൊണേഷൻ ഒക്കെ പേപ്പേഴ്സ് ലീഗലി എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് ഏറ്റവും നടക്കുന്ന ഈ റോഡ് ട്രാഫിക് കേസുകളാണ്. ഈ കേരളമായതുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം, ഒരു ഡയബറ്റിക് പേഷ്യന്റ് കൂടുതലായി ഇരിക്കുന്ന ഒരു കക്ഷിക്ക് അയാളുടെ അവയവം കൊടുക്കാൻ കഴിയുമോ? അത് എത്ര അവയവം ഡാമേജ് ആയിട്ടുണ്ട് ഡിപ്പെൻഡ് ചെയ്യും. കിഡ്നി സാധാരണ പോകുന്ന ഒരു അവയവമാണ്, അത് കിഡ്നിന്റെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സപ്പോസ് നമ്മൾ ഒരു അവയവം മാറ്റി വെച്ചാലും ഈ എടുക്കുന്ന ആൾക്ക് അത് അത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി കാര്യമില്ല. അപ്പൊ അവയവത്തിന്റെ ഓർഗന്റെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മള്. ഓക്കെ, ഇപ്പം ആക്സിഡന്റിൽ എത്താം, ഇപ്പം ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു വരാം, അയാൾ എത്തിക്കുമ്പോൾ അയാളുടെ കിഡ്നി നമുക്ക് റിമൂവ് ചെയ്യാം, അവർക്ക് കൊടുക്കാമല്ലോ. പക്ഷെ അയാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നമ്മൾ അതിന് പരിശോധിച്ച് അങ്ങനെയല്ല. ഇതിന് നമുക്ക് ഇപ്പം ഒരാള് ആക്സിഡന്റ് ആയി അയാളെ പെട്ടെന്ന് അയാളെ ഓർഗൻ മാറ്റാനൊന്നും പറ്റില്ല. ഇതിന് ലീഗലി കുറെ ഫോർമാലിറ്റീസ്, ഈ ലീഗൽ ഫോർമാലിറ്റീസിൽ കൂടെ എല്ലാം കടന്നുപോയി ഇതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് കൺഫേം ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഓർഗൻ ബോഡി പാർട്ട് എല്ലാം ഫിറ്റ് ആണെന്നുള്ളതും ക്രോസ് ചെക്ക് ചെയ്യും. ഇപ്പം എന്റെ ഓർഗൻ സാറിന് അത് പറ്റുന്നുള്ളതും സാറിന്റെ ബോഡി റിജക്ട് ചെയ്യില്ല എന്നുള്ളതും അതിലും മൾട്ടിപ്പിൾ ടെസ്റ്റ് ചെയ്ത് അതിലെല്ലാം കൺഫേം ഇതിൽ ഒരു കോംപ്ലിക്കേഷൻ ഇനി ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അതിന്റെ ഭാഗമായി ഇത്തരം ഡിസീസസ് ഉണ്ടോ അതെല്ലാം ചെക്ക് ചെയ്യും. നമ്മള് കിഡ്നിയുടെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യും. ചില സിറ്റുവേഷനിൽ നമുക്ക് കിഡ്നിന്റെ ഫംഗ്ഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ കൂടിയും നമ്മൾ റിസ്ക് എടുത്ത് മാറ്റില്ല, നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർ പത്തോളജിസ്റ്റ് എന്നാണ് പറയാം, അതോ ഫോറൻസിക് പാത്തോളജിസ്റ്റ് എന്നാണ് അതിന് പൊതുവെ കേട്ട്. ഇന്ത്യയിൽ പറയുന്ന ടേം എന്ന് പറയുന്നത് ഓട്ടോപ്സി സർജൻ അല്ലെങ്കിൽ പോലീസ് സർജൻ എന്നാണ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ആൾക്കാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പത്തോളജിസ്റ്റ് ആൻഡ് പോലീസ് സർജൻ പറഞ്ഞില്ല. പോലീസ് സർജൻ ശരിക്കും BBS ഹോൾഡർ ആണ് എന്നറിയാം. അങ്ങനെയല്ല, ആക്ച്വലി ഓട്ടോപ്സി പോലീസ് സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോപ്സി ചെയ്യുന്ന MD ഫോറൻസിക് ഉള്ള ആൾക്കാരാണ് പോലീസ് സർജൻ എന്ന് പറയാം. പക്ഷെ നമ്മുടെ നാട്ടില് പോലീസ് സർജൻസിന്റെ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടും എല്ലാ സ്ഥലത്തും പോസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ടും ചില കേസസ് ഒക്കെ പിന്നെ അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ട കേസോ അങ്ങനെ വരുന്ന സമയത്ത് പോലീസ് സർജന്റെ അവൈലബിലിറ്റി കുറവായ സാഹചര്യത്തിൽ MBBS ഡോക്ടറും ചെയ്യും. MBBS ഡോക്ടർ പോലീസ് സർജൻ അല്ല, ചെയ്യാൻ പറ്റും. അപ്പം അത് ചില ചികിത്സ ഇപ്പൊ നമ്മുടെ നാട്ടില് പനി ഒരു MD ഡോക്ടറും ചെയ്യും, ഒരു MBBS ഡോക്ടറും ചെയ്യും. പക്ഷെ ആര് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഡീപ് നോളജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആക്ച്വലി ഒരു MBBS ഡോക്ടർ ഒരിക്കലും നമ്മൾ പോലീസ് സർജനായിട്ട് കൺസിഡർ ചെയ്യാറില്ല അൺലെസ് അയാള് MD ഫോറൻസിക് കഴിഞ്ഞ് ഒരു MD ഫോറൻസിക് പോസ്റ്റിൽ എത്തണം. നേരത്തെ പറഞ്ഞ പോലെ അവൈലബിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മുടെ വയനാട് ദുരന്തം ചുരന്മല കേസ് പോലുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് പേരുടെ സേവനം അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ, സാർ ഉണ്ടായിരുന്നു അല്ലെ. ഒരേ സമയം ഏറ്റവും മോശമായ ശാരീരിക അവസ്ഥയിൽ ബോഡീസ് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. നമുക്കത് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഡാമേജ് ആയ ബോഡികൾ അതില് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇത്ര ദിവസം വെച്ചാണ് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അവിടെ 3 ദിവസത്തെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, 3 ദിവസം. അപ്പം തേർഡ് ഡേ തൊട്ട് ഒരു നെക്സ്റ്റ് 6 ഡേ വരെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഇതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ദുരന്തം ഒരു മാസ് ഡിസാസ്റ്ററിൽ നമ്മൾ ഓട്ടോപ്സി ചെയ്യേണ്ട മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ മരണകാരണം കണ്ടെത്തുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആരുടെ ബോഡിയാണ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ നമ്മള് അത് നിങ്ങൾ നോട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇനീഷ്യലി പറയുന്ന സമയത്ത് 300-400 പേരൊക്കെ മരിച്ചു, പിന്നെ അത് ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ 250 പേരായി. അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലി എടുക്കുന്ന സമയത്ത് ഓരോ ബോഡി പാർട്സ് നമ്മൾ ഒരു വ്യക്തിയായിട്ട് എടുക്കാം. അപ്പൊ ഓരോ ബോഡി പാർട്ടും നമ്മൾ DNA സാമ്പിൾ എടുക്കും. DNA സാമ്പിൾ എടുത്ത് നമ്മൾ ലാബിലോട്ട് വിടും. അങ്ങനെ വിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം ഈ 3 ബോഡി പാർട്സ് ഒരാളുടേതാണ്. അപ്പൊ അത് ഒരാളായിരുന്നു. അങ്ങനെയാണ് ഇതിന് സാമ്പിളില് വരുന്നത്. അപ്പൊ അവിടെ ഈ മാസ് ഡിസാസ്റ്ററിൽ ഏറ്റവും മെയിൻ എയിം എന്ന് പറയുന്നത് പെട്ടെന്ന് ബോഡി ഡിസ്പോസ് ചെയ്യാന്നുള്ളതും പിന്നെ ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് റിലേറ്റീവ്സിനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫോറൻസിക് പത്തോളജിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നതാണ്. എത്ര പേര് മരിച്ചിരിക്കാന്ന് കണ്ടെത്തണമെങ്കിൽ ഇത് DNA സാമ്പിളിംഗ് ആണ്. ഓട്ടോപ്സി ഇൻ ദ സെൻസ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ കൂടെ തന്നെ
ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നമ്മൾ നോക്കും. പക്ഷെ മെയിൻ എയിം എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, ആരൊക്കെ മരിച്ചിട്ടുണ്ട് അല്ലേ? അതില് കുറെ മെത്തേഡ്സ് ഉണ്ട്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം മോളിന്ന് ചൂരമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇടിഞ്ഞ് താഴത്ത് എത്തി. അപ്പൊ നമുക്കൊരു ബോഡി 3 പോയിന്റാണ്, എ ബി സി. അപ്പം ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കൊരു ബോഡി കിട്ടി. അത് 100% ഈ ബിന് താഴെ ജീവിക്കുന്ന ആൾക്കാരുടേതല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് കിട്ടിയ ആള് ജീവിക്കുന്നത് ബിയിലോ അല്ലെങ്കിൽ ബിന്റെ മുകളിലോ സ്ലോപ്പാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ ആളാണ്. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ. അപ്പം ബോഡി നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി എവിടെ നിന്നാണ്, ഏത് പൊസിഷനിലാണ്, ആരാണ് കളക്ട് ചെയ്യുന്നത് ടാഗ് ഇട്ടിട്ടുണ്ടാവും. ടാഗിങ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ടാഗിങ്ങും നമ്മുടെ DNA സാമ്പിളും വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പറ്റുക എങ്ങനെയാണ് ആരുടെ ബോഡിയാണ്. ഒത്തിരി ഫൈനിങ്. ഇപ്പം മുടിന്റെ കളർ വെച്ചിട്ടൊക്കെ ആൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കൊച്ചിന്റെ മുടി കളർ ചെയ്തു, നെക്സ്റ്റ് ഡേ തോന്നുന്നു ഇത് വന്നത്, ലാൻഡ് സ്ലൈഡ് വന്നു. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ മോളുടെ മുടിന്റെ കളർ ഇതായിരുന്നു. അപ്പം ആ മുടിന്റെ കളറുള്ള ഒരു ഫസ്റ്റ് 2 ദിവസം കഴിയുമ്പോൾ ബോഡിയൊക്കെ ഡികമ്പോസ് ആയി നമുക്ക് ആൾ ഐഡന്റിഫൈ. ഇപ്പം മുടി വെച്ചായിട്ട് അങ്ങനെ ഒത്തിരി ഫൈനിങ്സ്. അതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ബോഡി ഡികമ്പോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്, ഡ്രസ്സ്, പിന്നെ പോക്കറ്റ്, പിന്നെ അതേപോലെ റിങ്സ്, ജ്വൽസ് ഒക്കെ അവിടെ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു ബോഡി കിട്ടുന്ന സമയത്ത് ആ ബോഡിയുടെ എല്ലാ ഫൈൻഡിങ്സ് നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ഡാറ്റയിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് ഈ ഡാറ്റ വെച്ചിട്ടാണ് ആൾക്കാർ നോക്കുന്നത്. ഇന്ന ഫൈൻഡിങ്, ഇന്ന കളറ്, ഇന്ന ഷേപ്പിലുള്ള മോതിരം, വാച്ചാണ് നോക്കിയിട്ടാണ് നമ്മൾ അയാളെ ബോഡി കിട്ടി. അത് ഓപ്പൺ ചെയ്തതിന് മുമ്പ് ആദ്യം കിട്ടുന്ന വസ്ത്രത്തിന്റെ സ്ഥാനം പോലും അല്ലേ, വസ്ത്രത്തിന്റെ സ്ഥാനം, ശരീരത്തിൽ പറ്റിയിരിക്കുന്ന എക്സ്റ്റേണൽ കണ്ടൻസ്, അത് ചെളി ഉണ്ടെങ്കിൽ അത് ഇലയുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ്, അതൊക്കെ അതെല്ലാം രേഖപ്പെടുത്തുക. പിന്നീടാണ് ഡ്രസ് പോലും മാറ്റുന്നത്. നമ്മള് ബോഡി കിട്ടി, നമ്മുടെ ബോഡി ഒരു പൊസിഷനിൽ ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ബോഡി അവിടുന്ന് മൂവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒത്തിരി ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ബോഡി മൂവ് ചെയ്തതിന്റെ കഴിഞ്ഞ ശേഷം അവിടുന്ന് ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ഓട്ടോസ് ടാബിളിൽ പല ആംഗിളിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. പിന്നെ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് എടുക്കും, ഡ്രസ്സ് മാറ്റിയതിന് ശേഷം എടുക്കും. പിന്നെ ഓരോ ആംഗിൾ വെച്ച് നമ്മൾ ഫോട്ടോഗ്രാഫ്സ്. ലോക്കമർദ്ദന കേസിലൊക്കെ ഒത്തിരി എത്ര പാടുകൾ ഉണ്ടായിരുന്നു. അതില് ഓരോ ഇഞ്ചുറിന്റെ സൈസ്, ഷേപ്പ്, ഇഞ്ചുറിന്റെ ഏജ്, ഷൂ മാർക്കാണോ എന്താണെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യും. അതിൽ വെപ്പൺ യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബൂട്ട്സ് ആണോ യൂസ് ചെയ്തത്, എന്ത് മാർക്കാണോ ഉള്ളത്. ഇനി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ ഓടുന്ന സമയത്ത് ഉണ്ടായ ഇഞ്ചുറി ആണോ, അതൊക്കെ നമുക്ക് ഇഞ്ചുറിന്റെ ഏജ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇത്ര ദിവസങ്ങൾ, ഇന്ന് അവറിന് മുമ്പ് ഉണ്ടായ ഇഞ്ചുറി ആണ്. അതൊക്കെ വെച്ച് നമുക്ക് ഇവിടെ കസ്റ്റഡിക്ക് മുമ്പാണ് ചിലപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ക്രൈം ചെയ്ത് ഓടുന്നതായിരിക്കും. ഓടുന്ന സമയത്ത് അയാൾ വീണ് ഇഞ്ചുറി ആയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുവരുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്തപ്പോ ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ ജയിലിലോട്ടോ കൊണ്ടുവരുന്ന സമയത്ത് അയാളെ മർദ്ദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ ഓടുന്ന സമയത്ത് പറ്റിയതാണോ, അന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമല്ല പോലീസ് ഇടപെടുന്നതിന് മുമ്പുള്ള മറ്റേതെങ്കിലും കേസിലാണ് അതാണ് പറ്റിയതോ ആവാം. അങ്ങനെയൊക്കെ അതിന്റെ ഏജോ അതിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒത്തിരി കാര്യം പറയാൻ പറ്റും. അതും ഇവിടെ വളരെ സഹായമാവും അല്ലെ. അത് ഇന്നത്തെ ഫോട്ടോഗ്രാഫി ഒക്കെ അല്ലാതെ യൂസ്ഫുൾ ആണ്. ഒരു മൂവിയില് നമ്മള് ഒരു ലാൻഡ് സ്ലൈഡും ഒരു ചാക്കില് ഡെഡ് ബോഡി ഒക്കെ ഒരു മോഹൻലാൽ. അപ്പൊ നമ്മള് ഈവൻ ദോ ലാൻഡ് സ്ലൈഡില് നമ്മള് ബോഡി സെർച്ച് ചെയ്ത് കിട്ടുന്ന ബോഡി ഒരിക്കലും നമ്മൾ ചാക്കിൽ കെട്ടിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചാക്കിൽ കെട്ടിയ ഒരു ബോഡി അവിടെ കിട്ടുകയാണെങ്കിൽ മീൻസ് സസ്പീഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫൈൻഡിങ്സ് നമുക്ക് കിട്ടും. അതിലും ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഈ പ്ലാന്റ് അറ്റാക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി അത്തരം ഫൈൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അതില് കുറെ കാര്യങ്ങൾ കൊളാബറേറ്റീവ് ആയിട്ട് ഫൈൻഡിങ് നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.